രാവിലും പകലിലും ചേനൊടുതൻ പാലനം. രാവിലും പകലിലും ചേനൊടുതൻ പാലനം. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യൻ അല്ലവൻ. അതെ, എബ്രായ ലേഖനക്കാരൻ പഠിപ്പിക്കുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അവൻ അനന്യനാണ്. ഇന്നലകളിൽ കൂടെ ഇരുന്നെങ്കിൽ ഇന്നും കൂടെ ഇരിക്കുന്ന കർത്താവിനെ വിശ്വാസത്തോടെ കൊണ്ടു നടക്കുന്നെങ്കിൽ ആമേൻ, എന്നേക്കും കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. അനന്യനായ ദൈവത്തെക്കുറിച്ച് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞ വാക്കിനെ ആമേൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു പദം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഗർഭത്തിൽ വഹിക്കപ്പെട്ടവരും ഉദരത്തിൽ ചുമക്കപ്പെട്ടവരുമായവരെ, നിങ്ങളോടൊരു ദൂതുണ്ട്. യെശയ്യാ പ്രവചനം 46 വായിക്കുന്നത് ഇങ്ങനെയാണ്: ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, കർത്താവിൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനാണ്. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. 3 പദങ്ങൾ പ്രവാചകൻ ഒരു പ്രവചന ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ പറയുന്നു. നരയ്ക്കുവോളം ഞാൻ ചുമക്കുകയും വിടുവിക്കുകയും വഹിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. ഇന്ന് ആത്മാവിൽ ആ ദൂതിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞ്, എന്നെ നരയ്ക്കോളം ചുമക്കാമെന്ന് പറഞ്ഞവൻ, വിടുവിക്കാമെന്ന് പറഞ്ഞവൻ, വഹിക്കാമെന്ന് പറഞ്ഞവൻ, അവൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവചനം 43 വീണ്ടും പറയുന്നു, ഇന്നും ഞാൻ അനന്യനാണ്, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കർത്താവ് പ്രവർത്തിച്ച ആർക്ക് തടുക്കാൻ പറ്റും? ഇന്ന് ചിലരൊന്ന് പറഞ്ഞേ, എൻ്റെ പക്ഷത്ത് കർത്താവുണ്ട്, കർത്താവിൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. നരയോളം ചുമക്കാമെന്ന് പറഞ്ഞവനെ ആശ്രയിച്ച് ഞാൻ മുന്നേറും. ഗാഡ് ബ്ലെസ് യു.